അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ യാത്ര വളരെ വിജയകരമായി പോകുന്നുണ്ട്. ഇന്ന് നമുക്ക് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഫുൾ ടൈം കാർഡ് കയറി. സോ ഫുൾ ടൈം കാർഡ് കയറി നമ്മുടെ എമൗണ്ട് നല്ലതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇതിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഇന്നിപ്പോൾ രാത്രി മണി 12 കഴിഞ്ഞു. സോ ഇന്ന് 4 ഓർഡറും കൂടെ എടുത്തെങ്കിൽ എൻ്റെ കാർഡിൽ എനിക്ക് ടോട്ടൽ അടിക്കായിരുന്നു, അതായത് 600 രൂപ അടിക്കായിരുന്നു. പക്ഷെ വേണ്ട, കാരണം രാത്രി പോയി പട്ടിയടി കൊണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ പട്ടിയടി കൊണ്ട് 4 ഇഞ്ചക്ഷനും എടുത്ത് ഞാൻ കിളി പറഞ്ഞ് നടക്കണേക്കാളും 250 രൂപ പോട്ടെ, അതാണ് നല്ലത്. 12 മണിയായപ്പോൾ വച്ചു. ഇനി നാളെ മുതൽ രാവിലെ 9 മണിക്ക് തന്നെ ഇറങ്ങണം എന്നൊരു ഇതിലിരിക്കുവാണ്. കാരണം 9 മണി തൊട്ട് ഈ 3 മണി വരെ മാക്സിമം ഓർഡേഴ്സ് എടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി 7 to 12 മതി, അതിനപ്പുറം വേണ്ട. കാരണം സൊമാറ്റോ അതിനുശേഷം ഓർഡറൊക്കെ കിട്ടും. പക്ഷേ ഈ പട്ടി എന്ന് പറഞ്ഞ സാധനം, അത് നമ്മളിപ്പോൾ പട്ടി കടിച്ചില്ലെങ്കിലും വണ്ടി ഓടിപ്പോയിട്ട് നമ്മൾ ചെന്ന് വല്ലയിടത്ത് ഇടിച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നീ വണ്ടി കംപ്ലൈൻ്റ് ആവും, അല്ലെങ്കിൽ നമുക്ക് പണി വരും. സോ അതുകൊണ്ട് വേണ്ട. പിന്നെ ഈ വട്ടിയൂർക്കാവ് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പട്ടി. ഞാൻ ചോദിച്ചു വന്നപ്പോഴത്തേക്കും ഒരുപാട് റൈഡേഴ്സിനെ വട്ടിയൂർക്കാവ് ഭാഗത്ത് ഒരുപാട് പട്ടികൾ ഓടിക്കുന്നുണ്ട്. സോ എൻ്റെ വീഡിയോ കാണുന്ന വട്ടിയൂർക്കാവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഏരിയയിലും പട്ടി രാത്രി വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ കിടന്ന് വിളിച്ചിട്ട് കാര്യമില്ല. സോ പട്ടി സ്നേഹികൾ ദയവ് ചെയ്ത് ഇതൊക്കെ ഒന്ന് ഓർക്കുക. നിങ്ങൾക്ക് അത്രയ്ക്ക് പട്ടിയെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആ പട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് പോയി വല്ല ഹോമിലും തീറ്റി പോറ്റുക, അല്ലെങ്കിൽ വല്ല ഹോമിലും ഡൊണേഷനൊക്കെ കൊടുത്ത് പട്ടികളെ അവിടെ കൊണ്ട് നിർത്തുക. ഇത് ബാക്കിയുള്ളവർക്കൊരു സോഷ്യൽ നോയിസൻസ് ആയിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ, എല്ലാത്തിനും ഞാൻ പറയുന്നില്ല, ഞാൻ നിർത്തി. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡറിൻ്റെ കാര്യം പറയാം. ഇന്ന് ഉച്ചയ്ക്ക് അറൗണ്ട് 580 രൂപ കിട്ടി. ഉച്ചയ്ക്ക് അറൗണ്ട് 10-12 ഓർഡർ അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കിന്ന് കിട്ടിയെന്ന് പറയുന്നത് വൈകുന്നേരം 4 മണിയായപ്പോൾ CNGയുടെ 1000 രൂപയുടെ കൂപ്പൺ എനിക്കിന്ന് ഫ്രീ ആയിട്ട് കിട്ടി. കാരണം ഞാൻ ബൈക്ക് എടുത്തിട്ട് ഇപ്പോൾ 3-4 മാസമായി. ഒക്ടോബർ വരെ ഉള്ളവർക്ക് CNG എടുത്തവർക്ക് 1000 രൂപയുടെ കൂപ്പൺ ഫ്രീ ആയിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നമ്മുടെ ഡെബിറ്റ് കാർഡ് പോലെ, ഒരു ATM കാർഡ് പോലെ ഒരു കാർഡ് കിട്ടും, അത്ര തന്നെ. അത് 1000 രൂപ കഴിഞ്ഞാൽ പിന്നെ ഒരു യൂസും ഇല്ല, അവന്മാർ ഓടിച്ചു കളയാൻ പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് 1000 എങ്കിൽ 1000, നമുക്ക് 1000 കിലോമീറ്റർ ഓടാൻ പറ്റുമല്ലോ. നമുക്ക് സൊമാറ്റോ 1000 കിലോമീറ്റർ അറിയാമല്ലോ, നിങ്ങൾക്ക് ഏകദേശം അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. സോ ഫ്രീ ആയിട്ടിട്ടല്ല. ഒരാഴ്ച മൊത്തം എനിക്ക് ഇനി CNG അടിക്കേണ്ട. എന്ന് വെച്ചാൽ CNG അടിക്കേണ്ട മീൻസ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി അടയ്ക്കേണ്ട, ഫ്രീ ആണ്. സോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് സൊമാറ്റോ ഓടാം, പതുക്കെ ഓടാം. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടു. 60 കിലോമീറ്റർ 65 കിലോമീറ്ററിന് സ്പീഡിൽ പോയ ഒരു ബ്രോയ്ക്ക് പോലീസ് 1500 രൂപ ഫൈൻ അടിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അത് താഴെ ഓടാം. കാരണം വെറുതെ നമ്മൾ ഈ ഒരു ദിവസം ഓടുന്ന പൈസ ഫൈൻ അടിച്ചു കൊടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനിനി പതുക്കെ പോകുന്നുള്ളൂ. കാരണം വെറുതെ എന്തിനാണ് ഇവരുടെ ഇതിലൊക്കെ ചെന്ന് ചാടുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു അനാലിസിസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 ഓർഡർ ഞാൻ പറഞ്ഞില്ല, 4 ഓർഡറും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഫുൾ അടിക്കായിരുന്നു. പക്ഷേ വേണ്ടാന്ന് വെച്ചു. എന്നാൽ പോലും 1500 രൂപ വന്നു. ലോങ് എന്നെ അടിച്ചു വിട്ടത് ഏകദേശം മറ്റേ പൂവാറൊക്കെ കഴിഞ്ഞ് അങ്ങൊരു കൊണ്ണി ഏരിയയിൽ എറൗണ്ട് അവിടെ നിന്ന് മണക്കാട് വരെ വരണമെങ്കിൽ 16 കിലോമീറ്റർ. എൻ്റെ വണ്ടി ആയതുകൊണ്ട് കൊള്ളാം. പെട്രോൾ വണ്ടി ആയിരുന്നെങ്കിൽ ഇവിടെ എങ്ങനെ പോലും ഒരു 600 രൂപ പെട്രോളിനും പോയിട്ട് നമുക്കൊരു 900 രൂപ കയ്യിൽ തന്നെ. എൻ്റെ വണ്ടി ആയതുകൊണ്ട് ഒരു 150 രൂപ അടുപ്പിച്ച് CNG പോയിട്ട് എനിക്ക് ബാക്കി 1350 രൂപ കയ്യിലിരിപ്പുണ്ട്. സോ എനിവേ, താങ്ക്സ് ടു ബജാജ് ഫ്രീഡം അങ്ങനെ ഒരു വണ്ടി ഇറക്കിയത്. ഇപ്പോൾ ഇലക്ട്രിക് ആയിരുന്നെങ്കിൽ നമുക്ക് 6 മണിക്കൂർ കുത്തിയിടുന്നത്, ഇതേപോലെ ഫുൾ ഡേ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു സമയം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ 2 ഇലക്ട്രിക്കിൻ്റെ ബൈക്ക് വേണം. എന്ന് വെച്ചാൽ രാവിലെ ഒരെണ്ണത്തിൽ പോവുക, അതിന് വീട്ടിൽ കൊണ്ട് ചാർജ് ചെയ്തിട്ട് വൈകുന്നേരം അടുത്തേൽ പോവുക. എന്നാലും വൈകുന്നേരം മാത്രം കൊണ്ട് ഒരു 12-15 ഓർഡറൊക്കെ തരുമ്പോൾ 100 കിലോമീറ്റർ ഒന്നും നിൽക്കില്ല, അതിൽ കൂടുതൽ. അപ്പോൾ വൈകുന്നേരം മാത്രം പോകും. കാരണം സൊമാറ്റോയ്ക്ക് ലോങ് അടി ഇപ്പോൾ വൈകുന്നേരം കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അനാലിസിസിലോട്ട് പോകാം. അപ്പോൾ സന്തോഷ വാർത്ത, ഈ വീക്കിൽ നമ്മുടെ പോക്കറ്റിൽ 7923 രൂപ ഏൺ ചെയ്തു. എൻ്റെ ഹയസ്റ്റ് വീക്ക് ഇൻ ദ ഹിസ്റ്ററി. കാരണം കുറേ നാളത്തെ ശേഷം, മേ ബി എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് ശേഷം ഞാൻ 8000 രൂപ ടച്ച് ചെയ്യുന്ന ഒരു വീക്ക് കൂടിയാണ് ഈ ആഴ്ച. സോ ഈ ആഴ്ചയിൽ നമ്മൾ 12-ാം തീയതി ഒന്ന് കുറച്ചുകൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് അടുപ്പിച്ച് 1500 രൂപയ്ക്ക് മുകളിൽ നമുക്ക് പേയ്മെൻറ്റ് വന്നനെ. സോ ഇന്നും സത്യം പറഞ്ഞാൽ ഞാൻ രാത്രി പട്ടിയെ പേടി കൊണ്ട് മാത്രം നിന്നാണ്. അല്ലായിരുന്നെങ്കിൽ ആ 4 ഓർഡറും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ 2000 രൂപ ഉറപ്പായിട്ടും കയറിയാണ്. എനിക്കത് സൊമാറ്റോ അങ്ങനെ തന്നാണ് 2000 രൂപ കയറിയാണ്. അങ്ങനെ 2000 രൂപ ഇന്നും കയറിയിരുന്നെങ്കിൽ ഒരു 8500 രൂപ പേയ്മെൻറ്റ് കയറിയാണ്. നാളെ എത്ര കയറുമെന്ന് നമുക്ക് കണ്ടറിയണം. കണ്ടറിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലാതെ പറയാൻ പറ്റത്തില്ല. സോ ഈ മാസം 15000 രൂപ ഏൺ ചെയ്തു. ഇന്നത്തെ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 16-ാം തീയതി. സോ 15 ദിവസം. സോ 16-ാം തീയതി എന്ന് പറയുമ്പോൾ നമ്മൾ വെളുപ്പാങ്കാലത്ത് നിൽക്കുന്നത് 15 ദിവസം കൊണ്ട് 15000 രൂപ. സോ ഇനി അടുത്ത 15 ദിവസം നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. ഒരു 10000 രൂപയെങ്കിലും എടുക്കുകയാണെങ്കിൽ 25000 രൂപ എൻ്റെ ഹയസ്റ്റ് പേയ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി ആവും കുറേ നാളത്തെ ശേഷം. കണ്ടോ, എൻ്റെ കഴിഞ്ഞ ഓരോ മാസങ്ങളിലെ എൻ്റെ ഏണിങ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ സെപ്റ്റംബർ ആണ് എനിക്ക് 23 രൂപ അടുപ്പിച്ച് കിട്ടിയത്. സോ അത് ഇപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല.
CNG എടുത്തേ പിന്നെ നമ്മുടെ ജേണി തുടങ്ങിയത്, നമ്മുടെ ഈ പറഞ്ഞ 1 ലക്ഷത്തിൻ്റെ ജേണി തുടങ്ങിയത് ഇവിടെ തൊട്ടാണ്. ഈ ഒരു നവംബർ തൊട്ടാണ് നമ്മുടെ 1 ലക്ഷത്തിൻ്റെ ജേണി തുടങ്ങിയത്. 18,000, പിന്നെ 13,000, പിന്നെ 17,000, പിന്നെ ഒരു 12,000. സോ ദിസ് മന്ത് 15 ദിവസം ആയപ്പോഴത്തേക്കും 15,000 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. സോ എനിവേ കൺഗ്രാജുലേഷൻ ടു മീ. എനിക്ക് മാത്രമേ കൺഗ്രാജുലേഷൻ പറയാൻ പറ്റൂ. കാരണം ഞാൻ പട്ടി കണക്ക് കിടന്ന് ഓടിയിട്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ഏണിങ്സ് കിട്ടിയത്. വീക്കിലി ഹയസ്റ്റ്, പിന്നെ ഫുൾ ഡേ കാർഡ്. ഒരു ഓർഡർ കൂടെ കിട്ടിയിരുന്നെങ്കിൽ 100 ഓർഡർ എന്തായാലും നമുക്ക് നാളെ കംപ്ലീറ്റ് ചെയ്യാം. സോ ആഴ്ചയിൽ 100 ഓർഡർ എടുക്കണമെന്ന് എൻ്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു കുറേ നാളത്തെ ശേഷം. പണ്ട് ഞാൻ എടുക്കുമായിരുന്നു. പണ്ട് എൻ്റെ 2021 പേയ്മെൻറ്റ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചൊരു കമ്പാരിസൺ വീഡിയോ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇന്നത്തെ പേയ്മെൻറ്റ് നമുക്ക് ഡെയിലി പേയ്മെൻറ്റിലോട്ട് പോകാം. സോ ഡെയിലി പേയ്മെൻറ്റ് 15-ാം തീയതി 23 ഓർഡറിൽ 1,544 രൂപ കിട്ടിയിട്ടുണ്ട്. ഓർഡർ ഏണിങ്സ് തന്നെ 1,200 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. ഇൻസെൻറ്റീവ് 350. സോ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ടിപ്പില്ലാതെയാണ് പറഞ്ഞത്. 260 രൂപ ടിപ്പും ഉണ്ട്. അങ്ങനെ ടിപ്പും കൂടെ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 8,200 രൂപ അടുപ്പിച്ച് വരും. സോ 8,200 അടുപ്പിച്ച് വരും നമ്മുടെ വീക്കിലി പേയ്മെൻറ്റ് ടിൽ നൗ. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ സോ ഇന്നത്തെ വീഡിയോ വളരെ കുഞ്ഞു വീഡിയോ ആണ്, കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഷോർട്സിൽ ഞാൻ ഈ പറഞ്ഞ ഡെയിലി വീഡിയോസൊക്കെ എടുക്കാം. കാരണം 26 ഓർഡറും 22 ഓർഡർ എടുക്കുമ്പോൾ ഓരോ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ നേരം കാണത്തുള്ളൂ, കൊണ്ട് കൊടുക്കാനൊന്നും പറ്റില്ല. ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് മൊബൈൽ എടുത്തിട്ട് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ പരിപാടിയൊന്നും അല്ല. അത്രയും വലിയ റിസ്കിലോട്ടൊന്നും പോകുന്നില്ല. അത്രയും വലിയ കാര്യത്തിലോട്ടൊക്കെ പോകണോ സജി? ആ ആവശ്യമൊന്നുമില്ല. സോ നമുക്ക് ഷോർട്ട് വീഡിയോയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കാം. എന്നിട്ട് ലോങ് വീഡിയോയിൽ ജസ്റ്റ് അനാലിസിസ് മാത്രം ഒതുക്കാം. നമ്മൾ 1 ലക്ഷത്തിലേക്ക് അടുക്കാൻ പോവാണ്. ഇനി വളരെ കുറച്ച് ദിവസം കൂടെ ആകുമ്പോൾ നമ്മുടെ 1 ലക്ഷത്തിൻ്റെ ടാർഗറ്റ് എത്തും. സോ എൻ്റെ വീഡിയോ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ കാണാൻ വരും. ബൈ ബൈ.